ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗുരുദേവ്. വെൽക്കം ബാക്ക്. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രീ വെഡിങ് ഫോട്ടോസ് ആണ് കാണിക്കുന്നത്. ബാംഗ്ലൂരിൽ നിന്നായിരുന്നു ഈ ഫോട്ടോസ് ഒക്കെ എടുത്തത്. കല്യാണം കഴിഞ്ഞ് എങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കാമെന്ന് ക്ലാസ് എടുക്കാനൊന്നല്ല കേട്ടോ ഞാൻ വന്നത്. ഞാനും കീർത്തുട്ടിയും കല്യാണം കഴിഞ്ഞ് 2 വർഷമായി. ഇപ്പോഴും ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ഹാപ്പിയാണ്. ദിവസം കൂടുന്തോറും ഞങ്ങളുടെ സ്നേഹം കൂടിക്കൂടി വരുന്ന പോലെയാണ് ഞങ്ങൾക്ക് തോന്നാറുള്ളത്. അപ്പോൾ ഈ 2 വർഷത്തിൽ എനിക്കുണ്ടായ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഇന്നീ കാലത്ത് സോഷ്യൽ മീഡിയ തന്നെയാണ് ഏറ്റവും പവർഫുൾ ആയ ഒരു പ്ലാറ്റ്ഫോം. അത് ഉപയോഗിക്കാത്ത ഒരാളും ഇന്നീ ലോകത്തുണ്ടാവില്ല. അത്രയ്ക്കും അഡിക്ഷൻ ആണ് സോഷ്യൽ മീഡിയ ആയിട്ട്. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, ഈ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന പല കാര്യങ്ങളും ഫേക്ക് ആണ്. ഇൻസ്റ്റാഗ്രാമിൽ കുറെ കപ്പിൾസിനെ കാണാം. അവരൊക്കെ അവരുടെ ഹാപ്പി മൂമെന്റ്സ് മാത്രമേ സോഷ്യൽ മീഡിയ വഴി നിങ്ങൾക്ക് കാണിക്കത്തുള്ളൂ. ഈവൻ ഞാനും കീർത്തൂട്ടിയാണെങ്കിലും ഞങ്ങളുടെ പ്രശ്നങ്ങളൊന്നും ഞങ്ങൾ സോഷ്യൽ മീഡിയ വഴി കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ഇത് കാണുന്ന ചില കപ്പിൾസ് ഒക്കെ ചിന്തിക്കും, എന്റെ പാർട്ട്ണർ എന്താ ഇങ്ങനെ, എന്റെ പാർട്ട്ണറായിട്ട് ഞാൻ എന്നും വഴക്കാണല്ലോ, ഞങ്ങൾ മാത്രം എന്താ ഇവരെ പോലെ ഹാപ്പി ആവാത്തത് എന്നൊക്കെയുള്ള ആ ഒരു കമ്പാരിസൺ അത് നിങ്ങൾ ആദ്യം സ്റ്റോപ്പ് ചെയ്യുക. അതുപോലെ നിങ്ങൾ നിങ്ങളായിട്ട് ജീവിക്കാൻ നോക്കുക. നിങ്ങളുടെ പാർട്ട്ണറിന് നിങ്ങളുടെ ഒരു സ്വഭാവം ഇഷ്ടമല്ലെന്ന് കരുതി ആ സ്വഭാവം മാറ്റാൻ നിൽക്കരുത്. ഈ ലോകത്ത് എല്ലാവരും പെർഫെക്റ്റ് അല്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിന്റെ നല്ല സ്വഭാവത്തിനേക്കാളും മോശം സ്വഭാവം ഇഷ്ടപ്പെടാൻ നോക്കുക. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫൈറ്റ്. നിങ്ങൾക്കറിയോ ഞാനും കീർത്തിട്ട് എത്രമാത്രം ഫൈറ്റ് ചെയ്യുമെന്ന്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ ഷൗട്ട് ചെയ്യും. ഫൈറ്റ് ഒക്കെ എല്ലാ റിലേഷനിലും സ്വാഭാവികമാണ്. അത് വേണം. ശരിക്കും റിയൽ ആയിട്ട് സ്നേഹിക്കുന്നവരുടെ ഇടയിൽ മാത്രമേ അത്യാവശ്യം ഫൈറ്റ്സ് ഉണ്ടാവാറുള്ളൂ. പക്ഷേ ഈ ഫൈറ്റിന് ശേഷം വില്ലനായിട്ട് വരുന്ന ഒരാളുണ്ട്, അതാണ് ഈഗോ. ഒരിക്കലും നിങ്ങളുടെ റിലേഷൻ അടുപ്പിക്കാൻ പറ്റാത്ത ഒരാളാണ് ഈഗോ. ഈഗോ പ്രശ്നം കാരണം ബ്രേക്കായ ഒരുപാട് റിലേഷൻസ് ഉണ്ട്. ആ ഒരു ഈഗോ പ്രശ്നം എനിക്കും കീർത്തുട്ടിക്കിടയിൽ ഇതുവരെ വന്നിട്ടില്ല. അത് വരാത്തത് കൊണ്ടാണ് എത്ര ഫൈറ്റ് ചെയ്താലും അവസാനം സംസാരിച്ച് സോൾവ് ചെയ്ത് കെട്ടിപ്പിടിച്ച് ഉറങ്ങും, സത്യമായിട്ട് ഉറങ്ങും. പിന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ബോയ്സിന്റെ അടുത്താണ്. പണ്ടത്തെ ആൾക്കാരെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഭർത്താവിനെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു ഭാര്യ, ആ ഒരു മൈൻഡ് സെറ്റ്, അതായത് മെന്നിസം, അത് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ റിലേഷനിൽ കൊണ്ടുവരരുത്. ആണിന് മാത്രമല്ല പെണ്ണിനും ഡിസിഷൻസ് എടുക്കേണ്ട ഫ്രീഡം നമ്മൾ കൊടുക്കണം. ഇവിടെ കീർത്തുട്ടിയോട് ചോദിക്കാതെ ഒരു ഡിസിഷനും ഞാൻ എടുക്കാറില്ല. ശരിക്കും ബോയ്സിനെക്കാളും എത്രയോ ഷാർപ്പ് മൈൻഡാണ് ഗേൾസിനുള്ളത്. അതൊന്നും മനസ്സിലാക്കി തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ഭാര്യയുടെ അടുത്ത് മെന്നിസം കാണിക്കാതെയും ഭർത്താവിന്റെ അടുത്ത് ഫെമിനിസം കാണിക്കാതെയും എല്ലാ കാര്യങ്ങളും ഈക്വലായിട്ട് കൊണ്ടുപോകാൻ നോക്കുക. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് കേൾക്കാൻ ആഗ്രഹമുള്ളവർ മാത്രം കമന്റ് ബോക്സിൽ പറയാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.